പ്രിയപ്പെട്ടവരെ, മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതുവരെ നമ്മൾ വീഡിയോ ചെയ്യാത്ത ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്ന് നിങ്ങൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ ഈ വീഡിയോ നിലവിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് പ്രൈവറ്റ് ആക്കിയിട്ട് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാലേ, നമ്മൾ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മുടെ അടുത്ത് കുറെ ഡാമേജ് വരലുണ്ട്. ഡാമേജ് അല്ല, അതായത് ടോപ്പിൽ ചിലപ്പോൾ ഒരു നൂല് വലിവുണ്ടാകുക, അങ്ങനെ ചെറിയ ചെറിയ ഡാമേജ്. എല്ലാ ഡാമേജും എന്താണ് ഡാമേജ് അല്ല, എല്ലാം എന്താണെന്നുള്ള നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമുക്ക് കഴിയൂല. നിങ്ങൾക്ക് അറിയാലോ, നമ്മളിത് പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മളത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് പാക്കിംഗ് സെക്ഷനിലേക്ക് പോകും. അപ്പൊ പാക്കിംഗ് സെക്ഷനത്തെ ചേച്ചിമാർ എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്യും. മൊത്തത്തിൽ ബിറ്റ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയത് മാത്രമേ നമ്മൾ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് വിടുള്ളൂ. അപ്പൊ ചിലതൊക്കെ നമ്മൾ ഇന്ന് കണ്ണിൽ കാണാത്ത ഇതൊക്കെ വരാറുണ്ട്. അതല്ലാതെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് മാറ്റി വെക്കും. ഡാമേജ് ഉണ്ട് നമ്മൾ കണ്ടത് മാറ്റി വെക്കും. ഡാമേജ് എന്താന്ന് ചോദിച്ചാൽ, ഡാമേജ് അല്ല, ചെറിയ നൂല് വലിവൊക്കെ കാരണം. ഇതിലിപ്പോ നൂല് വലിവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എവിടെ നിന്നൊക്കെ തെരഞ്ഞു കണ്ടുപിടിക്കണം, അത്രയും ചെറിയതായിരിക്കും. കാണുന്നുണ്ടോ എവിടെങ്കിലും? ഇതാണോ, ഇതന്നെയാണോ? അല്ല, അതാ ഇവിടെ ഒരു ചെറിയ ഇത് കാണുന്നുണ്ട് അല്ലേ? ഇതാ കണ്ടില്ലേ? ഇതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അറിയൊന്നുമില്ല, ഒരിക്കലും അറിയാൻ കഴിയൂല. അങ്ങനെ ചെറിയ ഡാമേജ് ആയിരിക്കും ഉണ്ടാകുക. എല്ലാത്തിൻ്റെയും ഡാമേജ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, നമ്മുടെ എല്ലാ ബിറ്റുകൾ കാണിച്ചു തരാം. ഇത് 880 പ്ലസ് 960 നമ്മളിത് കൊടുക്കണം. നിങ്ങൾക്ക് അറിയാലോ, ഷിപ്പിംഗ് അടക്കം. അപ്പൊ ഷാളിനൊന്നും ഒരു കംപ്ലൈന്റ് ഇല്ല. ഷാൾ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല. ടോപ്പിന് കംപ്ലൈന്റ് തന്നപ്പോൾ തന്നെ ഷാൾ നമ്മളവിടെ വെച്ച്. അപ്പൊ ഇങ്ങനെ ഓർഗൻസ് നമ്മുടെ അടുത്ത് കുറച്ചുണ്ട്. ജോർജറ്റിലെ മെറ്റീരിയൽ ഉണ്ട്. രണ്ടും ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ വീഡിയോ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളിത് പ്രൈവറ്റിലേക്ക് മാറ്റും. അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മളിത് കൊടുക്കുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ വലിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് നമ്മൾ പോകാത്ത എന്ത് ചെയ്യും, നമ്മളിവിടെ മാറ്റി വെക്കും. പിന്നെ ഇതേമാതിരി എന്തെങ്കിലും നമ്മളൊരു വീഡിയോ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ബ്ലൂ കണ്ടില്ലേ, റേറ്റ് വരുന്നത് എല്ലാം ഒറ്റ റേറ്റ് ആണ്. ജോർജറ്റ് ആണ്, മറ്റേ ക്രേപ്പും ഉണ്ട്, ജോർജറ്റും ഉണ്ട്, ഓർഗൻസി ഉണ്ട്. എല്ലാം ഒറ്റ റേറ്റ് ആണ്. TTDC കൊറിയറിൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. 750 750. ഓക്കെ, 750 ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഇത് കണ്ടില്ല നിങ്ങൾ. ഇനി നമ്മള് ജോർജറ്റ് ഇത് മിക്സ് ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ എന്താ കംപ്ലൈന്റ്, നമ്മൾ കംപ്ലൈന്റ് ഇവിടെ എഴുതിച്ചിട്ടുണ്ടാവും. ടോപ്പിൽ ഒരു പിന്നൽ എന്നാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതെന്താണ് നമ്മൾ ജസ്റ്റ് 1-2 കാണിച്ചു തരാം. ഇതാ, നിങ്ങൾക്ക് അറിയാലോ, ഇത് നമ്മൾ 850 പ്ലസ് ഷിപ്പിങ്ങിന് കൊടുക്കുന്ന ടോപ്പിലൊരു പിന്നൽ. ഇതാ, ഈ ഒരു ചെറിയ ഡാമേജ് ആണ് ഇതിനുള്ളത് കേട്ടോ. പിന്നെ ലൈനിങ് പാൻറ്റിനൊന്നും ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. ഷാൾ ഇതാ, ലൈനിങ് അല്ല, ഷാളിന് കംപ്ലൈന്റ് ഉണ്ടാവില്ല, ലൈനിങ് അതേമാതിരി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും കേട്ടോ. റേറ്റ് 750 ആണ്. ടോപ്പിൽ കറയാണ്, വേറെ ഒന്നുമില്ല. ഇതൊക്കെ വാഷ് ചെയ്താൽ പോണ കറയായിരിക്കും. ഞാൻ ഇതും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കൽ പോസിബിൾ അല്ല. പിന്നെ ഇങ്ങനെ ഇതൊന്നും വീഡിയോ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഇതെന്താണോ, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ. എവിടെ ഇതിൽ ടോപ്പിൽ കറ? നിങ്ങൾക്ക് ടോപ്പിൽ കറ കാണുന്നുണ്ടോ? ഉണ്ടോ ടോപ്പിൽ കറ? ഈ ഒരു കുഞ്ഞി കറേ മേലൊന്നുമില്ല. പഠിച്ചോനെ, ഇതൊക്കെ 900 കൊടുക്കണ ഈ കുഞ്ഞിക്കറ. അതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വാഷ് ചെയ്ത 99% വാഷ് ചെയ്താൽ പോകും. ഇതൊക്കെ കട്ടിങ്ങിൽ പോകും, കാരണം അത്രയും സൈഡില് ഇതൊക്കെ വാഷ് ചെയ്താൽ പോകും. എങ്ങനെ ഷാമ്പുട്ട് വാഷ് ചെയ്യുക? ഇതൊക്കെ മെഷീൻ അടിക്കുമ്പോൾ ഓയിലിൽ വരുന്നതാണ്. 99% അത് ഓയിൽ വരുന്നതാണ്. ഷാള് കണ്ടില്ലേ, ലൈനിങ് പാൻറ്, ലൈനിങ് ഉണ്ട്, പാൻറ് ഉണ്ട്, സെപ്പറേറ്റ് ആട്ടോ. ചിലതിൽ ഒരു ഇത് വരും, ചിലതിൽ സെപ്പറേറ്റ് വരലുണ്ട് കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഇതെന്താന്ന് വെച്ചാൽ ഇത് ലൈനിങ്ങിന് പിന്നല്, ഇതിന് എഴുതിയിട്ടുണ്ട് ലൈനിങ്ങിൽ പിന്നൽ. ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ 999 നമ്മൾ കൊടുക്കുന്ന മുതലാണ്. 1000-ന് 750 ഫ്രീ ഷിപ്പിംഗ്. എല്ലാം നമ്മൾ കാണിച്ചു തരാം. പിന്നെ ജോർജറ്റിൽ ഏതൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ കംപ്ലൈന്റ്? ടോപ്പിൽ കറ. കണ്ടില്ലേ, 750 ഫ്രീ ഷിപ്പിംഗ്. പിസ്ത ഉണ്ട്, ടോപ്പിൽ നൂല് വലിഞ്ഞാണെന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതട്ടോ പിസ്ത. വേറൊന്ന് ഞാൻ ഒക്കെപ്പാട് ഓപ്പൺ ചെയ്താൽ പോസിബിൾ അല്ല. യെല്ലോക്ക് യെല്ലോയിലും ടോപ്പിൽ കറയാണ് കേട്ടോ. ഇതൊക്കെ ജോർജറ്റ് ആണേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഈ പ്രിന്റ് നമ്മൾ ഇത് വീട്ടിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വെറും 750 ഫ്രീ ഷിപ്പിംഗ് ആട്ടോ. ഇതും തന്നെ ബ്ലൂ ആണ്. ടോപ്പിൽ പിന്നല് ബ്ലൂ നമ്മളൊന്ന് കാണിച്ചില്ല, അപ്പൊ അത് മാറ്റി വെക്കുന്നുണ്ട്. ടോപ്പില് എടുക്കണ്ടല്ലേ, കളർ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ തന്നെ വെക്കല്ലേ. ഇതട്ടോ മറ്റേത് നമ്മൾ ടൈമല്ല, നമ്മൾ
പ്രശ്നമാവൂലേ? ഇതൊക്കെ പാടതാക്കി കഴിഞ്ഞാൽ അറിയില്ല ഏതൊക്കെയാണ്. ഓക്കെ, ഇത് ഈ കളറാണ്. ഇത് ടോപ്പിൽ കറ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇല്ലത് ഞാൻ അതേമാതിരി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് മാറ്റി വെക്കാം. ആ, ഇത് ടോപ്പിൽ ചെറിയൊരു ഹോൾ ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഏതാ ബിറ്റ്? ഇത് ഈ ബിറ്റാണ്, ഡാർക്ക് ഗ്രീൻ കേട്ടോ അല്ലേ. ടോപ്പിൽ ചെറിയൊരു ഹോളാണ് എഴുതിയിരിക്കുന്നത്. ചെറിയൊരു ഓട്ടം ഉണ്ടാവും ടോപ്പിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. ഇതാ ടോപ്പിൽ കറ. നമ്മൾ ഇത് നേരത്തെ എടുത്തത് തന്നെയാണ്. ഇതും ടോപ്പിൽ കറയാണ്. ഇത് 900 നമ്മൾ കൊടുക്കണേ. ഇതാ ഈ ഒരു പീസ്, ഈ കളർ തന്നെ നമ്മുടെ അടുത്ത് ഇല്ല, അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി. അത്രയും ഡിമാൻഡുള്ള കളർ ആയിരുന്നു, ഒരു ലൈറ്റ് പിസ്തന്റെ മാരത്തെ. അപ്പോൾ ഇതും ടോപ്പിൽ കറയാണ്. 750 ആട്ടോ, എല്ലാത്തിനും 750 ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇത് ക്രേപ്പാണ്, ഇത് പൊട്ടിച്ചിട്ടും കൂടിയില്ല. എന്താ കംപ്ലൈന്റ്? ഷാളിന് ചെറിയ ഹോളോ? ഷാളിന് ഒരു കുഞ്ഞി ഹോളാത്തത്. ഇത് തുറന്നു നോക്കിയിട്ടും കൂടിയില്ല. ഷാള് ചെക്ക് ചെയ്തപ്പോൾ ഹോളുണ്ട്, അതേമാതിരി മാറ്റി വെച്ചിരിക്കുന്നു. പുത്തൻ പീസ്. ഇതാ പിങ്ക് സോഫ്റ്റ്, മറ്റേ അറിയാലോ 900 നമ്മൾ കൊടുക്കണേ മുതല്. ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസ. ടോപ്പില് നൂല് പിന്നീക്കാണെന്ന് എഴുതിച്ചിരിക്കുന്നത്. ഇതോ ടോപ്പില് കറ, ബ്ലാക്ക്. ഈ കറ എന്ന് പറയുന്നത് ഈ ഗമ്മാണ് ട്ടോ. ഇത് ഒട്ടിക്കുമ്പോഴേ മിറർ ഒട്ടിക്കണ ഗമ്മ് വരുന്നത് ഈ കാലം. ഇതാ ടോപ്പിൽ പിന്നൽ, ഇവിടെ എഴുതി കണ്ടില്ലേ? ഇതാ. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഡാമേജുകളായിരിക്കും ഉണ്ടാകുക. 900, 1000 കൊടുത്തിരുന്ന മുതലാളൊക്കെയാണ് വെറും 750. അതും ഫ്രീ ഷിപ്പിംഗ് ആണോ. ഷിപ്പിങ്ങിന് വേറെ എക്സ്ട്രാ പൈസ ഉണ്ട്. പിസ്തയാണ്. പിസ്തക്കും അതേമാതിരി തന്നെ കംപ്ലൈന്റ്. ടോപ്പിൽ പിന്നൽ എന്ന് എഴുതിയിട്ടുള്ളത്. ഒരു നൂല് പിന്നീക്കേക്കാരം, അല്ലാതെ വലിയ അടിക്കാൻ പറ്റാത്ത ഉണ്ടാവില്ല. ഇതാ ഇതിന്റെ ടോപ്പിൽ കറയാണ്. ഇതാ ഇത് സോഫ്റ്റ് ഓർഗൻസ് കേട്ടോ മെറ്റീരിയൽ. ടോപ്പിൽ കറയാണ് എഴുതിയിട്ടുള്ളത്. ഓറഞ്ച് ഉണ്ട്. ടോപ്പിൽ ചെറിയൊരു പിന്നൽ, ഒരു നൂല് വലിവേക്കാറ്. ഈ പിന്നൽ എന്ന് പറഞ്ഞാൽ ഒരു നൂല് വലിഞ്ഞതേക്കാറ് കേട്ടോ. അപ്പൊ സ്റ്റിച്ചിങ് പെടാത്ത അങ്ങനെ ചെറിയതേക്കാരം. ഇതെന്താണ്? ടോപ്പിലോ ലൈനിങ്ങിന് കീറല്. ലൈനിങ്ങിന് കീറിയ എന്താ കുഴപ്പം? ലൈനിങ് ഉള്ളിലല്ലേ വരിക, പാന്റിന് ഭാഗത്ത് കീറലുണ്ടാവില്ല. ലൈനിങ് അല്ല. ഇതാ കയ്യിൽ വർക്ക്, ഹാൻഡ് വർക്ക് വരുന്ന 900 മോഡലാ. 980, 750 ഫ്രീ ഷിപ്പിംഗ് കിട്ടോ. നിങ്ങൾക്ക് അറിയില്ല, ലൈനിങ്ങിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ടോപ്പ് അടിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ വെച്ചാൽ മതി. അത് അറിയുന്നല്ല. ചെറിയൊരു നൂല് പിന്നലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അറിയാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും ഉണ്ടോ? ഇതാ ഈ ഒരു ബ്ലൂവും കൂടി കണ്ടോളിട്ടോ. ഇതാ ഈ നമ്മളെ മിറർ വർക്ക് ബ്ലൂ. ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ചാലേ, ടോപ്പ് ലൈനിങ്ങിന് നൂല് പിന്നി. ലൈനിങ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ ലൈനിങ്ങിന്റെ കേസ്. ലൈനിങ് ഒക്കെ അറിയാലോ, ഉള്ളിൽ പോണതാണ്. അതുകൊണ്ട് ലൈനിങ് വിഷയമല്ല. അപ്പൊ അതാ ഈ ഒരു ബ്ലൂ ഉണ്ട്. ഒക്കെപ്പാടെ നമ്മൾ ഇതിന് എടുത്തു കഴിഞ്ഞാൽ ഏതാ കവറെന്ന് നമുക്ക് തന്നെ അറിയില്ല. പിന്നെ വീണ്ടും നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് എഴുതിയിടാൻ നിൽക്കേണ്ടി വരും. അപ്പൊ ഇത്തിരി നമ്മൾ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു ഓഫറാണ്. മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, 70 റുപ്യ ഷിപ്പിങ്ങിന് പോയാൽ 680 റുപ്യ നിങ്ങൾക്ക് റേറ്റ് വരുള്ളൂ. ഷിപ്പിംഗ് സ്റ്റിച്ചിങ് ഒക്കെ പാടെ കൂടിയിട്ട് നിങ്ങൾക്ക് 6 റുപ്യയിൽ അടിപൊളി ഒരു ചുരിദാർ കിട്ടും. ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. കംപ്ലൈന്റ് അറിയില്ല, നമ്മൾ ഈ പറഞ്ഞ കംപ്ലൈന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. വൈകിട്ട് ഒരു 6-7 മണിന്റെ ഉള്ളിൽ നമ്മൾ ഈ വീഡിയോ റിമൂവ് ചെയ്യും. ഓർഡർ ചെയ്യണോല് അതിന്റെ ഉള്ളിൽ ഓർഡർ ചെയ്യാം കേട്ടോ. വേറെ ഒന്നും പറയലല്ലോ. മറ്റൊരു വീഡിയോ നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ.